സാരി കളക്ഷനാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. 2 കാറ്റഗറിയിലുള്ള ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരെണ്ണം വന്നിട്ടുള്ളത് ഓർഗാൻഡി സാരീസ്. പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ ഉടുത്തുകൊണ്ടിരുന്നതാണ് ഓർഗാൻഡി കോട്ടൺ. അപ്പോൾ ഓർഗാൻഡി കോട്ടണിൽ ആപ്ലിക് വർക്ക് ചെയ്ത് വന്നിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് മെഷീൻ വർക്കാണ്. നല്ല ഭംഗിയുള്ള കളേഴ്സും കോമ്പിനേഷനുമാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു 5 ഷെയ്ഡ്സ് ഇതിൽ അവൈലബിൾ ആണ്. മറ്റൊരു ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുള്ളതെങ്കിൽ സിൽക്കി കോട്ട ഫാബ്രിക്കിൽ തെച്ചി വർക്ക് പോലത്തെ പാറ്റേൺ വന്നിട്ട് അതിൽ ബ്ലോക്ക് പ്രിൻറ്റ് വരുന്ന ഡിസൈൻ. ഇതിൽ നമുക്ക് 4 കളേഴ്സും അവൈലബിൾ ആണ്. അങ്ങനെ ഈ ഒരു ഡിസൈനാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു തെച്ചി വർക്ക് വന്നിട്ടുള്ള സിൽക്കി കോട്ടയിലുള്ള ഈ ഒരു ഡിസൈൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ വരുന്നത് ഓൾ ഓവർ ബോഡി പോർഷൻ ഫുൾ സാരിയിൽ വന്നിട്ടുള്ള തെച്ചി വർക്കിൻ്റെ പാറ്റേൺ പോലത്തെ എംബ്രോയ്ഡറി ആണ്. അപ്പോൾ ഫാബ്രിക് വന്നിട്ടുള്ള സിൽക്കി കോട്ട നന്നായിട്ട് ഒതുങ്ങുന്ന സാരി തന്നെയാണ്. അതിലോട്ട് ബ്ലോക്ക് പ്രിൻറ്റ്സ് കൊടുത്തിരിക്കുകയാണ്. മുകളിലും 2 സൈഡിലോട്ടും ബോർഡർ ആയിട്ടുള്ള ബ്ലോക്ക് പ്രിൻറ്റ്സ് ആണ്. ഇതിൻ്റെ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ടീൽ ഗ്രീനും നേവി ബ്ലൂ ഫ്ലോറൽ പാറ്റേണും കൂടി ആയിട്ടാണ്. ചുറ്റും ക്രോഷ്യ ലേസും കൊടുത്തിട്ടുണ്ട്. പല്ലു പോർഷൻ ഫുള്ളായിട്ട് ആ ഒരു ബ്ലോക്ക് പ്രിൻറ്റുകൾ വരും. ഇതേ ഫാബ്രിക്കിൽ തന്നെയാണ് ഇതിൻ്റെ ബ്ലൗസും വന്നിട്ടുള്ളത്. ഇതാണ് ബ്ലൗസ് വരുന്നത്. അത് സെയിം ആ ഒരു പാറ്റേണിലുള്ള ബ്ലോക്ക് പ്രിൻറ്റ് തന്നെയാണ് ബ്ലൗസിലും വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. പിന്നെ ബ്ലൗസിൻ്റെ എൻഡിൽ സ്ലീവ്സിലോട്ട് വെക്കാവുന്ന പോലെ ക്രോഷ്യ ലേസും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഷെയ്ഡ്. പിന്നെ ഞാൻ ഉടുത്തിരിക്കുന്ന വന്നിട്ടുള്ളൊരു വൈൻ കളറാണ്. സെയിം പാറ്റേൺ തന്നെ. അടുത്ത ഷെയ്ഡ് ഇതിൽ വന്നിട്ടുള്ളത് ബ്രൗൺ കളറിലോട്ടാണ്. ബ്രൗൺ കളറിൽ ഒരു റെഡിഷ് മെറൂൺ കളറിലുള്ള പ്രിൻറ്റുകളാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ചാർക്കോൾ ഗ്രേ കളർ കോമ്പിനേഷനും. ബാക്കിയെല്ലാം അതേപോലെ സെയിം പാറ്റേൺ. ബ്ലൗസും വന്നിട്ടുള്ളത് അതേ പാറ്റേണിൽ തന്നെ ബ്ലോക്ക് പ്രിൻറ്റഡ് ആയിട്ടുള്ള ബ്ലൗസ് വിത്ത് ക്രോഷ്യ ലേസ് ചുറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മറ്റൊരു ഷെയ്ഡ്. ഇനി അടുത്തൊരു ഷെയ്ഡ് വന്നിട്ടുള്ളത് നേവി ബ്ലൂ ആണ്. നേവി ബ്ലൂവിലോട്ട് ഒരു ഗ്രീനിൻ്റെയും കൂടെ കോമ്പിനേഷൻ ഇതുപോലെ വരും. പല്ലു പോർഷൻ ബ്ലൗസും എല്ലാം അതേപോലെ തന്നെ. അപ്പോൾ ഇങ്ങനെ 4 ഷെയ്ഡ്സ് ഈ ഒരു ഡിസൈനിൽ അവൈലബിൾ ആണ്. ഓർഗാൻഡി സാരി കളക്ഷനിൽ ഞാൻ ഉടുത്തിരിക്കുന്ന ഷെയ്ഡ് വരുന്നൊരു പിങ്ക് പീച്ച് കളർ ടോണിലോട്ട്, എന്നിട്ട് അതിൻ്റെ ആപ്ലിക് വർക്ക് കോൺട്രാസ്റ്റ് ആയിട്ടൊരു ബ്ലൂയിഷ് ഗ്രേയിലോട്ട് വന്നേക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ വരുമ്പോൾ ഫുൾ റൗണ്ട് സ്കാലപ്പ് വരുന്നുണ്ട്. ചെറിയ ചെറിയ സ്കാലപ്പ് 1 ഇഞ്ച് സ്കാലപ്പ് ഫുൾ സാരിയിൽ വരുന്നുണ്ട് ചുറ്റും. അതേപോലെ പല്ലു പോർഷനിലോട്ട് നല്ല വീതിയിലുള്ള ആപ്ലിക് വർക്കാണ്. അത് ആ ഫാബ്രിക് വെച്ച് തന്നെയുള്ള ആപ്ലിക് വർക്കും കൂടെ ത്രെഡ് എംബ്രോയ്ഡറിയും കൂടെ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീതിയിൽ ഈ ഒരു ആപ്ലിക് വർക്ക് വരുന്നുണ്ട്. പിന്നെ സ്കാറ്റേഡ് ആയിട്ട് ചെറിയ ചെറിയ ബൂട്ടാസ് പോലെ ആപ്ലിക് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അടുത്തടുത്തല്ല, കുറച്ച് ഡിസ്റ്റൻസ് വിട്ടാണ് അത് വന്നിട്ടുള്ളത്. ഇതുപോലെ ഒരു ഫ്ലോറൽ ഡിസൈൻ വന്നിട്ടുണ്ട്. ഈവൻ ആ ഒരു ഫ്രണ്ടിലുള്ള പ്ലീറ്റ്സിൻ്റെ ഇടയ്ക്കൂടെയൊക്കെയും അത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് ബ്ലൗസ് ഇതിൻ്റെ വരുമ്പോഴത്തേക്കും ഇതുപോലെ പ്രിൻറ്റഡ് കോട്ടണിലാണ് ബ്ലൗസ് പെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബ്ലൂയിഷ് ഗ്രേയിലോട്ട് ഒരു പിങ്ക് ഷെയ്ഡിൻ്റെയൊക്കെ കോമ്പിനേഷൻ ഇതിൽ വന്നിട്ടുണ്ട്. ഇങ്ങനൊരു കോൺട്രാസ്റ്റ് ബ്ലൗസാണ് ഇതിൻ്റെ ഇവിടെ പെയർ ചെയ്യുന്നത്. ഇതിലടുത്ത ഷെയ്ഡ് വന്നിട്ടുള്ള ഒലീവ് ഗ്രീൻ കളറാണ്. അതിലേക്കൊരു ബ്രൗൺ കളറിലുള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത്. ആപ്ലിക് വർക്കായിട്ട് ബ്രൗൺ ഫാബ്രിക്കും അതിൻ്റെ ഇടയ്ക്കൂടെ എംബ്രോയ്ഡറിയും വരുന്നുണ്ട്. ചുറ്റും സ്കാലപ്പ് ഡീറ്റെയിലിങ്ങും എല്ലാം അതേപോലെ തന്നെ വരും. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ഇതുപോലെ ഒരു സ്ട്രൈപ്ഡ് ആയിട്ടുള്ള ബ്ലൗസാണ് കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം വന്നിട്ടുള്ളത് കോട്ടൺ ബ്ലൗസ് പീസാണ് വരുന്നത്. പിന്നെ അടുത്ത ഷെയ്ഡ് വന്നിട്ടുള്ളത് ഒരു പീച്ച് ഓറഞ്ച് കളർ. ഇത് പല്ലു പോർഷൻ ആട്ടോ ഈ കാണുന്നത്. പല്ലു പോർഷനിലുള്ള എംബ്രോയ്ഡറി ആണ്. പിന്നെ ചുറ്റും ആ ഒരു സ്കാലപ്പ് ഡീറ്റെയിലിങ്, ആ ചെറിയ സ്കാറ്റേഡ് ആയിട്ടുള്ള ഫ്ലോറൽ പാറ്റേണും കൂടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബ്ലൗസ് പെയർ ചെയ്തിരിക്കുന്നതും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ബ്രൗൺ ഷെയ്ഡിലുള്ള ബ്ലൗസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത്. ഇനി അടുത്ത ഷെയ്ഡ് വരുമ്പം ഗ്രേ കളറിലോട്ടാണ്. ഒരു ബ്ലൂയിഷ് ഗ്രേ ആണ്. അതിലോട്ട് ബ്ലാക്ക് കളറിലുള്ള ആപ്ലിക് വർക്കാണ് വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പം ഫ്ലോറൽ പാറ്റേണിലുള്ള ബ്ലൗസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത്, ബ്ലാക്ക് കളറിൽ. പിന്നെ അടുത്ത ഒരു ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെ ഒരു ബേജ് ബ്രൗൺ കളറ്, നല്ല ഷെയ്ഡാണ്. അതിലും ഈ ഒരു ആപ്ലിക് വർക്ക് വന്നിട്ടുള്ള ബ്രൗൺ കളറിലോട്ടാണ്. ഇതിൻ്റെ ബ്ലൗസും വരുന്നത് നേരത്തെ നമ്മൾ കണ്ട സെയിം ഒരു സ്ട്രൈപ്സ് വരുന്ന ബ്രൗൺ കളറിലുള്ള ഫാബ്രിക്കിലാണ്. അപ്പം ഇങ്ങനെ 5 ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് നമുക്കിതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്ന് കാണിച്ച സാരീസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.